കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ബൈബിൾ സ്റ്റഡി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹിതരെ, കഴിഞ്ഞ ആഴ്ച ഇയ്യോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം വരെ ആയിരുന്നു നമ്മൾ പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. ഇന്ന് ഇയ്യോബിന്റെ പുസ്തകം 23 മുതൽ 31 വരെയുള്ള 9 അധ്യായങ്ങൾ ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 22-ാം അധ്യായത്തിൽ ശൂഹിനായ ബിൽദാദ് തേമാന്യനായ ഏലിഫസ് ഇയ്യോബിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനടയിലും ഇട്ട് കളയുക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളി വാളവും ആയിരിക്കും. നീ സർവശക്തനിൽ പ്രമോദിക്കും. ദൈവത്തെങ്കിലേക്ക് നിന്റെ മുഖമുയർത്തും. ഇങ്ങനെയുള്ള കുറച്ച് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ സുഹൃത്ത് നൽകിയതിന്റെ മറുപടിയാണ് 23-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 23-ാം അധ്യായത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു. അവന്റെ കൈ എൻ്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു. അവനെ എവിടെ കാണാമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവന്റെ ന്യായാസനത്തെങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു. ഞാൻ അവന്റെ മുമ്പിൽ എൻ്റെ ന്യായം വിവരിക്കുമായിരുന്നു. ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു. അതായത് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സിംഹാസനം എവിടെയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ചെന്ന് എൻ്റെ ന്യായങ്ങളും എൻ്റെ നിഷ്കളങ്കതയും എൻ്റെ പക്ഷത്തുള്ള നീതിയും ഞാൻ ദൈവസന്നിധിയിൽ സംസാരിക്കുമായിരുന്നു എന്ന് ഇദ്ദേഹം സുഹൃത്തിനോട് മറുപടി പറയുകയാണ്. അതിനുശേഷം 8 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്കവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. മതി. അതായത് ഇയ്യോബ് പറയുകയാണ്, ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്കവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. ഇയ്യോബിന്റെ കഷ്ടതയുടെ ആധിക്യത്തിൽ അദ്ദേഹത്തിന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നൽകുന്നത്. അതായത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടും ദൈവത്തെ അന്വേഷിച്ചിട്ടും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹം വിശ്വസിക്കുകയാണ്. 10-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ വഴികളെല്ലാം ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. എന്നെ കർത്താവ് ശോധന ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും പൊന്നുപോലെ, അതായത് മാലിന്യമില്ലാത്തവനായി, അഴുക്കില്ലാത്തവനായി, നിർമ്മലനായി, നിഷ്കളങ്കനായി തന്നെ ഇപ്പോഴും ഞാൻ പുറത്തു വരുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടുകൂടെ അദ്ദേഹം പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ? ദൈവം ഇന്ന് എന്നെ ശോധന കഴിച്ചാൽ എൻ്റെ ജീവിതം പൊന്നുപോലെ വെണ്മയുള്ളതല്ലെങ്കിൽ ശുദ്ധിയുള്ളതായിരിക്കുമെന്ന് നമുക്ക് ഇതുപോലെ പറയാനായിട്ട് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണമേ. 139-ാം സങ്കീർത്തനം ഒന്നെടുക്കാമോ? അവിടെയും
ഇതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. 139 സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 139 1 മുതൽ 11 വരെ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും എനിക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. മതി. അതായത് ദാവീദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. അതായത്, കർത്താവെ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ആത്മശരീര മനസ്സുകളെ പരിപൂർണമായിട്ടും ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. നമ്മളുടെ നടപ്പും കിടപ്പും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ഉള്ളിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാമെന്ന് ദാവീദ് വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരെ നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാവും പകലും ദൈവത്തിന്റെ കണ്ണുകൾ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ തന്നെ ജീവിതത്തെ കുറെ കൂടെ വിശുദ്ധിയിലും കുറെ കൂടെ എളിമയിലും വിശ്വസ്തതയിലും നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ദാവീദിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വീഴ്ചകളെല്ലാം വരുന്നെങ്കിലും അദ്ദേഹം വീണ്ടും വിശ്വസ്തതയിലേക്കും വിശുദ്ധിയിലേക്കും ഒക്കെ കടന്നു വരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കണ്ണുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവിടുന്ന് എന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അതിനുശേഷം പറയുകയാണ്, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. അതായത് അതിന്റെ മറ്റൊരു വ്യാഖ്യാനം എങ്ങനെയാണ്: മുമ്പിലും പിമ്പിലും നീ എനിക്ക് കാവൽ നിന്ന് എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഇതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ശരിക്കും നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമാണ്, ദൈവം എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും എൻ്റെ ഇടത്തും വലത്തുമെല്ലാം ചുറ്റി നിന്ന് എന്നെ സംരക്ഷിക്കുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ തന്നെ പല ഭയങ്ങളും വീരത്വങ്ങളും ആകുലതകളും ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ രൂപാന്തരം വരുത്താൻ കഴിയുന്നവനുമായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്, അത് തരുന്ന ആശ്വാസം എത്ര വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? അദ്ദേഹത്തിന്റെ അന്തരാത്മാവിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ്, ദൈവമേ, നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധിയിൽ നിന്ന് ഞാൻ എവിടേക്ക് പോകും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നീ ഉണ്ട്. അതായത് എവിടെ പോയാലും, ഈ ഭൂമിയിലും അല്ലെങ്കിൽ സ്വർഗത്തിലും അതുമല്ലെങ്കിൽ പാതാളത്തിലും പോയി ഞാൻ ഒളിക്കാൻ പരിശ്രമിച്ചാലും നിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, അതായത് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്ന് ഒരിക്കലും എനിക്ക് മാഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കാനോ സാധിക്കുകയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു പോകാം. ഇയ്യോബിന്റെ പുസ്തകം 23:10. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ അറിയുന്നു, നമ്മളെ കാണുന്നു, നമ്മുടെ എല്ലാ അവസ്ഥകളും ബലഹീനതകളും നന്മകളും തിന്മകളും എല്ലാം അവിടുന്ന് ശോധന ചെയ്യുന്നുണ്ട്. എൻ്റെ നാവിൽ ഒരു വാക്ക് വരുന്നതിന് മുൻപ് തന്നെ ദൈവം അത് അറിയുന്നു എന്നെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വാക്യങ്ങളാണല്ലോ.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവബോധം, ദൈവാവബോധം എന്ന് പറയുന്നതാണ് ഇയ്യോബിലും അതുപോലെ തന്നെ ദാവീദിലുമെല്ലാം നമ്മൾ കണ്ടെത്തിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും ദൈവം കാണുന്നു എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടെ, ബോധ്യത്തോടു കൂടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുശേഷം ഈ അധ്യായം മുഴുവനും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് 24-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 24-ാം അധ്യായത്തിന്റെ 1 മുതൽ ഒന്ന് വായിക്കാമോ? 12 വരെ ഒന്ന് വായിക്കണേ. 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതുമെന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നു കൊണ്ടുപോയി മേയ്ക്കുന്നു, ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു. ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അവർ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം. അവർ വയലിൽ അന്യന്റെ പയറ് പറിക്കുന്നു, ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചുകൂട്ടുന്നു, കുടിലിൽ അവർക്ക് പുതപ്പുമില്ല. അവർ മലകളിൽ മഴ നനയുന്നു, മറവിടമില്ലായകയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ചിലർ മുല കുടിക്കുന്ന അനാഥ കുട്ടികളെ അപഹരിക്കുന്നു, ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു, പട്ടിണി കിടന്നുകൊണ്ട് കറ്റം ചുമക്കുന്നു. അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു, മുന്തിരിച്ചക്ക് ചവിട്ടിയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരിത് വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മളും ഇങ്ങനെ പറയാൻ ഇടയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ദൈവത്തോട് ഇങ്ങനെയൊക്കെ പരാതി പറയാനായിട്ട് ഒരുപക്ഷെ നമ്മളും മുതിർന്നിരിക്കാം. അതായത്, ദൈവമേ, തിന്മ ചെയ്തിട്ടും ശിക്ഷിക്കപ്പെടാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തത് എന്താണ്? ആരെയാണ് ശിക്ഷിക്കേണ്ടത്? ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നു കൊണ്ടുപോയി മേയ്ക്കുന്നു, ചിലർ അനാഥരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു, ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അതായത്, അനീതി ചെയ്ത് തിന്മയിൽ മുഴുകി അക്രമ മനോഭാവത്തോടുകൂടെ ഈ ലോകത്ത് അനേകരുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കാത്തതെന്ന് ഈ ഇയ്യോബ് ചോദിക്കുകയാണ്. അപ്പൊ ഇയ്യോബ് ഇങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്തായിരിക്കാം? നമുക്കറിയാം, ഇയ്യോബ് നിഷ്കളങ്കനും നീതിമാനും വിശുദ്ധനും അതുപോലെ തന്നെ ദൈവത്തോടുള്ള ഭക്തി കൊണ്ട് ജീവിതത്തെ വിശ്വസ്തതയിൽ നിലനിർത്തിയ മനുഷ്യനാണ്. പക്ഷെ ഇയ്യോബ് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ദൈവഭക്തി ഇല്ലാത്തവരും നിഷ്കളങ്കതയില്ലാത്തവരും അതുപോലെ തന്നെ വിശുദ്ധി ഇല്ലാത്തവരുമായ അനേകരുണ്ട്. പക്ഷെ അവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല, അവർക്ക് ആർക്കും ഒരു തകർച്ചയും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു പരാതിയുടെ മനോഭാവമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലും ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ദൈവം പെട്ടെന്ന് ആരെയും ശിക്ഷിക്കാത്തത്? അത് സഭാപ്രസംഗകൻ എന്നെടുക്കാമോ? സഭാപ്രസംഗകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. സഭാപ്രസംഗി 8-ാം അധ്യായം. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം. അതായത്, നമ്മളൊക്കെ പാപം ചെയ്യാൻ ഒരു മടിയും ഇല്ലാതെ, നീ കുമ്പസാരിച്ചാൽ പോലും വീണ്ടും അതേ പാപങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് യാതൊരു ഭയവും ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവിടെ എഴുതി വച്ചിരിക്കുകയാണ് സഭാപ്രസംഗി 8-11. ദുഷ്പ്രവർത്തികൾക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതാണ്. ഇവിടെ അദ്ദേഹം പറയുകയാണ്, അതിരുകളെ മാറ്റുന്നു, അനാഥരെ ഉപദ്രവിക്കുന്നു, വിധവമാരുടെ അവകാശത്തെ ഹനിച്ചു കൊണ്ടുപോകുന്നു, സാധുക്കളെ വഴിതെറ്റിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശിക്ഷാവിധി എന്ന് പറയുന്നത് അത് സാവധാനമാണ് വരികയുള്ളൂ. ഇന്നൊരു പാപം ചെയ്താൽ, ഇന്നൊരു തിന്മ ചെയ്താൽ ഇന്ന് തന്നെ അതിന്റെ അനന്തരഫലം ഉണ്ടാവില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത്, ദൈവം
ശിക്ഷാവിധി വൈകിപ്പിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ശിക്ഷാവിധി വൈകിപ്പിക്കുന്നത്? പലപ്പോഴും നമ്മളൊക്കെ ഇന്നിപ്പോ നമ്മളൊരു തെറ്റ് ചെയ്തു, ഇന്ന് തന്നെ ഒരു ശിക്ഷയുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ നമ്മൾ വിശുദ്ധിയിൽ പരിപാലിക്കാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ ദൈവം അങ്ങനെ ചെയ്യാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് 1 തീമോത്തിയോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1 തീമോത്തിയോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാമോ? 1 തീമോത്തിയോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് തിന്മ ചെയ്തവനും അനീതി ചെയ്തവനും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവനും വിശുദ്ധനും അല്ലെങ്കിൽ മലിനനും എല്ലാം ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് അവന്റെ വഴികളിലേക്ക് തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആരുടെയും നാശമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ തേടിയല്ല, മറിച്ച് പാപികളെയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി അനീതികളും ഒത്തിരി അതിക്രമങ്ങളും ഒത്തിരി തിന്മകളും നടമാടിയിട്ടും അവരെല്ലാം വളരെ സുരക്ഷിതരായി ഇവിടെ നിലകൊള്ളുന്നതിന്റെ കാരണം കർത്താവിന്റെ കരുണയാണ്. കാരണം ദൈവം അവരുടെ കൂടെ മാനസാന്തരവും അവരുടെ കൂടെ രക്ഷയും ആഗ്രഹിക്കുകയാണ്. അവര് ഇന്നല്ലെങ്കിൽ നാളെ അനുതാപത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഈ ശിക്ഷാവിധി താമസിപ്പിക്കുന്നത്, കാത്തിരിക്കുകയാണ് മടങ്ങി വരവിന് വേണ്ടി. മുടിയനായ പുത്രന്റെ ഉപമയിൽ എല്ലാം നശിപ്പിച്ചവനെ നശിപ്പിച്ചു കളയാതെ ആ പിതാവ് വളരെ വിദൂരങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ്, ആ മകന്റെ മടങ്ങിവരവ് ആഗ്രഹിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം എന്തുകൊണ്ടാണ് ഈ അനീതിയും അതിക്രമവും ചെയ്യുന്നവരെ പെട്ടെന്ന് ശിക്ഷിക്കാത്തതെന്ന് ഇവിടെ ഇയ്യോബിന്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് ശിക്ഷിക്കാത്തത്? അതിനുള്ള മറുപടിയാണ് ദൈവത്തിന്റെ ശിക്ഷാവിധി വളരെ സാവധാനമേ വരൂ. കാരണം ആ ഒരു കാലയളവിൽ അനുതാപം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സകല മനുഷ്യരുടെയും രക്ഷയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 13-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം. അതെ, 24-13. ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു, അതിന്റെ വഴികളെ അറിയുന്നില്ല, അതിന്റെ പാതകളിൽ നടക്കുന്നുമില്ല. അവരെ പറ്റി പറയുകയാണ്, അവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു, അതിന്റെ വഴികളെ അറിയുന്നില്ല, അതിന്റെ പാതകളിൽ നടക്കുന്നില്ല. പുതിയ നിയമത്തിലും ഇതിന് സമാനമായി സുവിശേഷ ഭാഗത്ത് നമുക്കൊരു വാക്യം കണ്ടെത്താനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ന്യായവിധിയെ പറ്റി കർത്താവ് പറയുക, യേശു തന്നെ അത് പറയുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ഈ ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇയ്യോബിന്റെ പുസ്തകത്തിലും ഇവരെ പറ്റി പറയുകയാണ്, ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. സത്യമല്ല, യേശു കടന്നു വന്നപ്പോ യേശുവിനെ സ്വീകരിക്കാൻ, യേശുവിന്റെ വചനങ്ങളെ ഉൾക്കൊള്ളാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതുവരെ ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ ആരാധനകളെല്ലാം പള്ളിയിൽ നടക്കുന്നുണ്ട്. അവിടെ നല്ല മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ഉണ്ട്. അവിടെ ഒത്തിരി ബലികളും കാഴ്ചകളും എല്ലാം നടക്കുന്നുണ്ട്. യാമപ്രാർത്ഥനകൾ മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. പക്ഷെ അന്തരാത്മാവിൽ എന്തില്ല? വിശുദ്ധിയില്ല, വെളിച്ചത്തോട് സ്നേഹമില്ല, ദൈവത്തോട് ആദരവില്ല ഉള്ളിന്റെ ഉള്ളിൽ. അതുകൊണ്ടാ ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നവർ ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണെന്ന് കർത്താവ് പലയിടത്ത് ഇസ്രായേൽ ജനത്തെ പറ്റി പരാതി പറയുന്നതിന്റെ ഒരു ഭാഗം നമുക്ക് പ്രവാചക പുസ്തകങ്ങളിലെല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം കാണുന്നു, ദൈവം
അളക്കുന്നു, ദൈവം മനസ്സിലാക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണമേ. ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. അതായത് വെളിച്ചം യേശു തന്നെയാണ്, ഈ ലോകത്തിന്റെ പ്രകാശം. അവൻ കടന്നു വന്നപ്പോ അവനെ സ്വീകരിക്കാൻ, അവനെ ഉൾക്കൊള്ളാൻ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കാരണം വെളിച്ചത്തെക്കാൾ ഉപരി അവർ എന്തിനെ സ്നേഹിച്ചു? ഇരുട്ടിനെ സ്നേഹിച്ചു. കാരണം അവർ അവരുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതെന്ന് എഴുതി വച്ചിരിക്കുക. അതിനുശേഷം പിന്നീട് ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറയുകയാണ്. ആ അധ്യായത്തിൽ 25-ാം അധ്യായം, അവിടെ ശൂഹിനായ ബിൽദാദ് അതിന് അദ്ദേഹത്തോട് മറുപടി പറയുന്ന ഭാഗമാണ്. അതും വ്യാഖ്യാനിക്കുന്നില്ല. പിന്നീട് 26 മുതൽ പിന്നീട് അങ്ങോട്ട് 31 വരെയുള്ള അധ്യായങ്ങൾ എല്ലാം ഇയ്യോബിന്റെ തന്നെ സംസാരമാണ്. ഇയ്യോബ് ഈ ബിൽദാദിനും അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് സുഹൃത്തുക്കൾക്കും മറുപടി കൊടുക്കുന്നതാണ് പിന്നീടുള്ള അധ്യായങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 26, 27, 28 എല്ലാം സമാനമായ ആശയങ്ങളാണ്. അതിനകത്തെല്ലാം ഇയ്യോബ് തന്റെ നീതിയെ പറ്റി, തന്റെ നിഷ്കളങ്കതയെ പറ്റി വീണ്ടും വീണ്ടും അദ്ദേഹം സമർത്ഥിക്കുകയാണ്. ഞാൻ നീതിമാനാണെന്നും ഞാൻ നിഷ്കളങ്കനാണെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 28-ാം അധ്യായം എന്ന് എടുക്കാമോ? 28-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 28-ാം ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഇയ്യോബ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ഒരു ചിന്തയാണ്, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിന്റെ പരിജ്ഞാനമല്ല, ലോകത്തിന്റെ അറിവുകളോ ലോകത്തിന്റെ ചിന്തകളെ പറ്റിയുള്ള ആഴമേറിയ അറിവോ ഒന്നുമല്ല ഇതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തെ പറ്റിയുള്ള അറിവാണ് ജ്ഞാനം. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാനായിട്ടൊരു ഹൃദയത്തിന് സാധിക്കുന്നെങ്കിൽ അതാണ് ജ്ഞാനം. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. അതോടുകൂടെ ആ അധ്യായം അവസാനിക്കുകയാണ്. 29-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് തന്റെ പഴയ കാലത്തെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം എത്ര വലുതായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പ്രതാപം എത്രയായിരുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. അതൊന്ന് വായിക്കാമോ? 29-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ടു പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു. വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായു പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. നിലവിളിച്ച് എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പായിരുന്നു. എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. നീതി കെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അവന്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. അതെ, അതായത് ഇയ്യോബിന്റെ പഴയകാല മഹത്വത്തെ പറ്റി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ വൃദ്ധന്മാർ പോലും മിണ്ടാതിരുന്ന് അത് കേട്ട് അംഗീകരിക്കുമായിരുന്നു. അതുപോലെ തന്നെ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. യൗവനക്കാർ അദ്ദേഹത്തെ കണ്ടിട്ട് ഓടി ഒളിക്കും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ പുകഴ്ത്തും. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകുമെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ പൂർവ്വകാല മഹത്വത്തെ പറ്റി അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടത് അദ്ദേഹം പറയുന്നതെന്ന് ചോദിച്ചാൽ 30-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാമോ?
ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. അവരുടെ അപ്പന്മാരെ എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പണ്ട് അങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം 29-ാം അധ്യായത്തിന്റെ ഭൂരിഭാഗം ഭാഗത്ത് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ്? എന്നിലും പ്രായം കുറഞ്ഞവർ, വൃദ്ധന്മാർ പോലും അദ്ദേഹത്തെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് സംസാരിക്കില്ലായിരുന്നു. അദ്ദേഹം ദരിദ്രന്മാരെ സഹായിക്കുന്നു, വിധവമാരെ സഹായിക്കുന്നു, കുരുടന്മാർക്കും മുടന്തന്മാർക്കുമൊക്കെ ഒത്തിരി സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്നവനായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. ഈ സമയത്ത് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കുകയാണ്. ആ പഴയ പ്രതാപവും മഹത്വവും എല്ലാം എന്നെ വിട്ടുപോയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. 30-ാം അധ്യായം മുഴുവനും അതിനെപ്പറ്റിയുള്ള ചിന്താഗതികളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. 31-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 31-ാം അധ്യായം. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? മതി. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ആരുമായിട്ടാണ് നിയമം ചെയ്യുന്നത്? ദൈവവുമായിട്ടാണ്. കണ്ണും ദൈവവുമായിട്ടൊരു നിയമം ചെയ്തു. പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? അതായത് പിന്നീട് ഞാൻ എങ്ങനെയാണ് ഒരു വൃത്തിഹീനമായ രീതിയിൽ ഞാൻ ഒരാളെ നോക്കുന്നത്? അതിനിപ്പോ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ നോക്കലിൽ ഒരു തിന്മയുടെ സ്വാധീനം എങ്ങനെ എനിക്ക് പുലർത്താനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അത്രമേൽ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണുമായി ഒരു നിയമം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ നമ്മുടെ കണ്ണുകൾ ദൈവവുമായിട്ട് ഒരു നിയമം ചെയ്യേണ്ടിയിരിക്കുന്നു. കണ്ണുകൾ മാത്രമല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം ദൈവവുമായിട്ടൊരു ഉടമ്പടിയിലൂടെ അല്ലെങ്കിൽ ഒരു നിയമബന്ധത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം സാത്താൻ ഒരു മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്ന 5 വഴികളാണ് അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ. അതായത് കണ്ണിലൂടെയും കാതിലൂടെയും അവന്റെ ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് സാത്താൻ ഈ മനുഷ്യ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് വേദപുസ്തകത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദാവീദിന്റെ ജീവിതം തന്നെ ഒന്ന് നോക്കിയാൽ മതി. ദാവീദ് രാജാവ് അദ്ദേഹം വ്യഭിചാരത്തിലേക്കും പിന്നീട് കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വീണുപോകുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് എവിടെ ആരംഭിച്ചതെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ കണ്ണ് ഒരു തിന്മ കാണാൻ, അല്ലെങ്കിൽ ഒരു തിന്മ കണ്ടപ്പോ കണ്ണടയ്ക്കാതെ അതിനെ ആസ്വദിക്കാനായിട്ട് വിട്ടുകൊടുത്തതിന്റെ അനന്തരഫലമാണ് വ്യഭിചാരത്തിലേക്കും പിന്നീട് അങ്ങോട്ട് കൊലപാതകത്തിന്റെ അവസ്ഥകളിലേക്കൊക്കെ ഈ ദാവീദ് എന്ന ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ എത്തിച്ചേരുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്സാരമായിട്ട് നമ്മൾ നമ്മുടെ എല്ലാ കാഴ്ചകളെയും കണ്ടുപോകരുത്. മറിച്ച് കണ്ണുകളെ നമ്മൾ പാപം കണ്ടാൽ അടയ്ക്കാനായിട്ട് പരിശ്രമിക്കണം. അതുപോലെ തന്നെ കാതുകൾ തിന്മ കേൾക്കാനായിട്ട് ഇടയാകുമ്പോൾ അത് കേൾക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കണം. നാവ് കൊണ്ട് തിന്മ പറഞ്ഞ് പിശാചിന് ഇടം കൊടുക്കാനായിട്ട് ഇടയാവാതിരിക്കാൻ പരിപൂർണമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇവിടെ യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. യേശുവും ഇതിനെപ്പറ്റി ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. 5-ാം അധ്യായം 28-ാം അധ്യായം, വിശുദ്ധ മത്തായി 5:28 അതുകൂടെ വായിക്കാമോ? വിശുദ്ധ മത്തായി 5-ാം അധ്യായം 28-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. കണ്ടോ? യേശു വ്യഭിചാരം എന്ന ഒരു കൺസെപ്റ്റിന് പഴയ നിയമത്തിൽ അത് ഫിസിക്കലി ചെയ്യുന്നത് മാത്രമായിരുന്നു വ്യഭിചാരം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ 10 കൽപ്പനകളുടെ ആഴങ്ങളെ യേശു വിശകലനം ചെയ്യുന്നതാണ് ഗിരിപ്രഭാഷണത്തിൽ. അതിനകത്ത് യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ സ്ത്രീയെ തെറ്റായ കണ്ണുകളോടുകൂടെ നോക്കിയാൽ
അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. ഇനി നേരെ തിരിച്ചുമാണ്, ഒരു പുരുഷനെ തെറ്റായ മോഹത്തോടുകൂടെ നോക്കിയാൽ, ആഗ്രഹത്തോടുകൂടെ നോക്കിയാൽ ഹൃദയം കൊണ്ട് അവനുമായി വ്യഭിചാരം ചെയ്തു എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് എത്രയധികമായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ സൂക്ഷിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നാവിനെ പറ്റി യേശു പറയുന്നുണ്ട്, മനുഷ്യർ പറയുന്ന ഓരോ നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. നിസ്സാര വാക്കിന്. അതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വിശുദ്ധിയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അതിനെ സമർപ്പിക്കുവാനായിട്ട് ഇയ്യോബിനെ പോലെ നമ്മൾ ഒരു പരിശ്രമം നടത്തണമെന്ന് ഈ ഭാഗത്ത് നമുക്കൊരു പ്രചോദനം ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നുണ്ട്. അതിനുശേഷം 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? 16 മുതൽ 22 വരെ. ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ചെന്റെ ആഹാരം കഴിച്ചെങ്കിൽ, ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചതു മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ. ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവന്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറ്റിയില്ലെങ്കിൽ, പട്ടണവാതിലിൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈ ഓങ്ങിയെങ്കിൽ, എന്റെ ഭുജം തോൾപ്പലകയിൽ നിന്ന് വീഴട്ടെ, എന്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. ഇയ്യോബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ചില സുഹൃതങ്ങളെ പറ്റി പറയുകയാണ്. ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ, ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവന്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എൻ്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ, പട്ടണവാതിൽക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈയോങ്ങിയെങ്കിൽ, എൻ്റെ ഭുജം എൻ്റെ തോൾപ്പലകയിൽ നിന്ന് വീഴട്ടെ, എൻ്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്ന, അദ്ദേഹം ദൈവഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു എന്നെല്ലാം നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അതായത് വേദനയിലോ ദുഃഖത്തിലോ ഞെരുക്കത്തിലോ പ്രയാസങ്ങളിലൂടെയോ കടന്നു പോകുന്നവന്റെ വേദനകൾ കണ്ടാൽ കണ്ണടച്ച് മാറിപ്പോകുന്നവനായിരുന്നില്ല ഇയ്യോബ്. മറിച്ച് ആ വേദനകളിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന എത്ര തരത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ, ഏതെല്ലാം അറ്റം വരെ ചെന്ന് അവരെ സഹായിക്കാനായിട്ട് പറ്റുമോ അത്രമേൽ അവരെ സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കണ്ണടച്ചു പോകാമായിരുന്നു. ദരിദ്രൻ വഴിയിൽ കടക്കുമ്പോൾ വേണമെങ്കിൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാൻ ചെയ്ത പോലെ ചെയ്യാമായിരുന്നു. അതായത് ധനവാന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിലാണ് ലാസർ കിടക്കുന്നത്. പക്ഷെ ലാസറിന് ഒരു തുള്ളി വെള്ളം കിട്ടിയോ? അങ്ങനെ പോകാമായിരുന്നു. പക്ഷെ ഇയ്യോബ് അങ്ങനെയല്ല ചെയ്തത്. ഒരു ദരിദ്രനെ കണ്ടെങ്കിൽ അവന്റെ ആഗ്രഹം ആരും മുടക്കിയില്ല. അങ്ങനെ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ദരിദ്രന്റെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ. മുടക്കിയില്ല. ദരിദ്രൻ എന്താ ആഗ്രഹിക്കുന്നത്? അവന് നിത്യവൃത്തിയെങ്കിലും കിട്ടി അവന്റെ ജീവിതത്തെ ഒരു വിധത്തിലൊന്ന് മുന്നോട്ട് തള്ളി നീക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുക. അപ്പോ പണം കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ ആര് സഹായിച്ചു? ഇയ്യോബ് സഹായിക്കുകയാണ്. അതുപോലെ വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അതായത് ഒരു വിധവയായ സ്ത്രീക്ക് ഒരാഗ്രഹം, അതായത് ജീവിതം പുലർത്താൻ കഴിയാതെ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു വിധവ, അത് ഇങ്ങനെയാണ്, ഇയ്യോബിനെ നോക്കി ഇരുന്ന് അവളുടെ കണ്ണ് ക്ഷീണിച്ചെങ്കിൽ എന്നാ പറയുന്നത്. അതായത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കണ്ടറിഞ്ഞ് ഇയ്യോബ് ഇങ്ങനെയുള്ളവരെ സഹായിക്കുമായിരുന്നു. വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നവർക്ക് വസ്ത്രമൊക്കെ അദ്ദേഹം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തതായിട്ട് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാമോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവം ഒരാളെ ഈ ലോകത്ത് സമ്പന്നനായിട്ട് ഉയർത്തുന്നെങ്കിൽ
അത് ആ ഒരു വ്യക്തിക്ക് മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ആവശ്യത്തിലധികം സമ്പത്തും സാഹചര്യങ്ങളും ദൈവം തരുമ്പോൾ, എന്നാൽ അത് കൊടുക്കാതെ ഈ ലോകത്ത് അനേകരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി, രോഗികളായി ചികിത്സിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി, അതുപോലെ മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അതുപോലെ മക്കളെ വിവാഹം ചെയ്ത് അയക്കാൻ ഒരു നിർവാഹവും ഇല്ലാതെ കണ്ണുനീരിൽ കഴിയുന്ന വിധവകളെ സഹായിക്കാൻ വേണ്ടി ഒക്കെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതാണ് സമ്പത്ത്. അത് നമുക്കും നമ്മുടെ മക്കൾക്കും മാത്രമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം പിശാച് നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുതെന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. അതായത് ആ വാക്യം ഒന്നും കൂടെ വായിക്കാമോ? 1 യോഹന്നാൻ 3:17. ഒരുവന് ഈ ലോകത്ത് വസ്തുവകകൾ ഉണ്ടായിട്ടും പറഞ്ഞോ, വായിച്ചു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവ ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പൊ നമ്മളിലൊക്കെ ദൈവസ്നേഹം ഉണ്ടോ എന്ന് നമ്മളെ തന്നെ പരീക്ഷിച്ച് നോക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന പണം അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന മറ്റ് സാഹചര്യങ്ങൾ അതില്ലാത്തവർക്ക് പങ്കുവെക്കുന്ന വ്യക്തികളായി നമ്മൾ ഉറപ്പായിട്ടും മാറ്റപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് കൊടുക്കാൻ മടി വരുന്നതിന്റെ കാരണം കൊടുത്താൽ എല്ലാം തീർന്നു പോകുമെന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പോയി ഒന്ന് ചോദിച്ചാൽ മതി, കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞു പോവുകയാണോ അതോ വർദ്ധിച്ചു വരികയാണോ ചെയ്തതെന്ന് അവരോട് ചോദിച്ചാൽ ഉറപ്പായിട്ട് 100 പേരിൽ 100 പേര് മറുപടി പറയും, കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നേ വരെ ഒന്നും നഷ്ടമായിട്ടില്ല, കൊടുത്തത് കൊണ്ട് ഞങ്ങളുടെ സമ്പത്തും സാഹചര്യങ്ങളും വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നദ്ധിയിൽ ഇതൊരു കാഴ്ചയാണ്. ദൈവത്തിന് പ്രീതികരമായ ഒരു പ്രവൃത്തിയാണ് ഇല്ലാത്തവനും വസ്ത്രമില്ലാത്തവനും ഭക്ഷണമില്ലാത്തവനും വീടില്ലാത്തവനുമൊക്കെ കൈത്താങ്ങലുകളുമായി നമ്മൾ ചെല്ലുന്നത്. കൊർന്നല്യോസിനെ പറ്റി നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം എടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 3ഉം 4ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 3ഉം 4ഉം വാക്യങ്ങൾ. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വന്ന് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസെ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അതായത് കൊർന്നല്യൂസ് എന്ന് പറയുന്ന ശതാധിപൻ റോമാ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഒരു യഹൂദനല്ല, മറിച്ച് ഒരു വിജാതീയനാണ്. പക്ഷെ യഹൂദന്റെ 7 നേരത്തെ പ്രാർത്ഥനകളും ഇദ്ദേഹം ചൊല്ലുമായിരുന്നു. അതിന്റെ കൂടെ തന്നെ യഹൂദന്റെ മതഗ്രന്ഥമായ പഴയ നിയമം വായിച്ച് അതിലുള്ള നന്മകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും അദ്ദേഹം പരിശ്രമിച്ചിരുന്ന വ്യക്തിയാണ് കൊർന്നല്യൂസ്. അങ്ങനെ എല്ലാ യാമപ്രാർത്ഥനകളും നടത്തും. അദ്ദേഹം, നിങ്ങൾക്കറിയാം, ശതാധിപൻ എന്ന് പറഞ്ഞാൽ എത്ര പട്ടാളക്കാരുടെ ചുമതലയുള്ള ആളാണ് ശതാധിപൻ? ആർക്കെങ്കിലും പറയാമോ? ശതാധിപൻ 100 പട്ടാളക്കാരുടെ ചുമതല വഹിക്കുന്ന ഒരു മുതിർന്ന അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനാണ് ആര്? ഈ കൊർന്നല്യൂസ്. ഇദ്ദേഹത്തിന് ഒത്തിരി തിരക്കുണ്ട്, അദ്ദേഹത്തിന് ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്, ചുമതലകളുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് മുടക്കില്ലായിരുന്നു. 7 നേരത്തെ യാമപ്രാർത്ഥനകൾ മുടക്കം കൂടാതെ അദ്ദേഹം നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 9-ാം മണി നേരത്തെ പ്രാർത്ഥന അദ്ദേഹം നടത്തുവാനായിട്ട് പോവുകയാണ്. യഹൂദന്മാരുടെ 9-ാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കും 7 യാമപ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ഏത് സമയമാണെന്ന് പറയാൻ പറ്റുമോ? 9-ാം മണി നേരത്തെ പ്രാർത്ഥന നമ്മുടെ ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ് 9-ാം മണിയിലെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കൊർന്നല്യൂസ് തന്റെ വീട്ടിലോ അല്ലെങ്കിൽ തന്റെ പ്രാർത്ഥനാ സ്ഥലത്തോ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി നിന്ന് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടാവുകയാണ്. ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, കൊർന്നല്യൂസെ,
നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് എത്തുന്നത് ദൈവസന്നിധിയിൽ? പ്രാർത്ഥനയും എത്തും, ദാനധർമ്മങ്ങൾ ചെയ്താൽ അതും എവിടെ എത്തും? ദൈവസന്നിധിയിൽ എത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാനധർമ്മം ചെയ്യാൻ, ആവശ്യത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് കണ്ണടച്ച് പോകാതിരിക്കാനായിട്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കണം. കാരണം ദൈവം നമുക്ക് തരുന്നത് നമുക്ക് മാത്രമായിട്ടല്ല, മറിച്ച് അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഏജന്റ് കൂടെ ആക്കിയാണ് പലപ്പോഴും ദൈവം നമ്മുടെ കൈകളിൽ പണമായിട്ടും വസ്ത്രമായിട്ടും ആവശ്യത്തിലേറെ ഭക്ഷണമായിട്ടും എല്ലാം നമുക്ക് തരുന്നത്. അത് എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അന്ത്യന്യായവിധിയുടെ സമയത്ത് നമുക്ക് ഇങ്ങനെ യേശുവിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും: ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; ഞാൻ പട്ടിണിയായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു; ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു; ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ട്, ഈ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് സ്വീകരിക്കുവാൻ എന്നുള്ള ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിക്കും. ഇത് യേശു തന്നെ യേശുവിന്റെ അന്ത്യന്യായവിധിയെ പറ്റിയുള്ള പ്രവചന ഭാഗത്ത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24, 25 അധ്യായങ്ങൾ, 24 വാക്യങ്ങളാണ്: ഞാൻ പട്ടിണിയായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു; ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു; ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു എന്നെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിൽ ഇന്ന് കൊടുക്കാൻ ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതൽ ഉണ്ടായിരിക്കാം. എന്തായാലും കൊടുക്കാൻ വിമുഖത കാണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ, അത് ചില കളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കള്ളം പറഞ്ഞു വരുന്നവനെ സഹായിക്കണമെന്നല്ല, മറിച്ച് ഒരുത്തൻ ജനുവനാണെന്ന് മനസ്സിലായാൽ അവന്റെ ആവശ്യങ്ങളിലേക്ക് സഹായഹസ്തം നീട്ടിക്കൊടുക്കാൻ ഒരിക്കലും നമ്മുടെ കരത്തെ അനുവദിക്കാതിരിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാന് പ്രീ സെമിനാരിയായി നമ്മുടെ കോഴിക്കോടുള്ള കട്ടാങ്ങൽ NIT ഭാഗത്തുള്ള കട്ടാങ്ങൽ അരമനയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ അന്നത്തെ മാനേജറായിരുന്ന അട്ടപ്പാടിയിലെ ഒരു സജീച്ചൻ ഉണ്ടായിരുന്നു. അച്ഛന് അന്ന് ഏതാണ്ട് ഈ ഓണത്തോടനുബന്ധിച്ച ഒരു സമയത്ത് അച്ഛന് എന്നെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ എന്നോട് വേറെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അച്ഛൻ പറഞ്ഞു, നമുക്കൊരു ഹൗസ് വിസിറ്റിങ്ങിന് പോകണം, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാന് ഇറങ്ങി തിരിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ ചെന്നു. ആ വീട്ടിൽ എത്തിയപ്പോൾ ശരിക്കും കണ്ണ് നനയിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെ കാണാനായിട്ട് ഇടയാകുന്നത്. എന്താന്ന് ചോദിച്ചാൽ, അവിടെ 4 വ്യക്തികളാണ് ഉള്ളത്. ഒരു പുരുഷനും അദ്ദേഹത്തിന്റെ 3 സഹോദരിമാരും. അതിൽ ഇളയ സഹോദരിക്ക് മാത്രമേ കുനിഞ്ഞ് അല്പം ഒന്ന് നടക്കാനും അതുപോലെ ചുമരിലൊക്കെ പിടിച്ച് ഒന്ന് നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലെ ആ പുരുഷൻ, അവരുടെ സഹോദരൻ പരിപൂർണമായിട്ടും കിടപ്പാണ്. അദ്ദേഹത്തിന്റെ നാവും ചുണ്ടുകളും കണ്ണുമല്ലാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റൊരു അവയവവും അദ്ദേഹത്തിന് ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന്റെ മറ്റു 2 സഹോദരിമാർക്ക് അവരെ എവിടെയെങ്കിലും എഴുന്നേൽപ്പിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. അവർക്കും സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഇളയ ഒരു സഹോദരിക്ക് മാത്രമാണ് അല്പമെങ്കിലും ഒന്ന് ചുമരിലൊക്കെ പിടിച്ച് നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാലും അവർക്ക് അടുക്കളയിലെ ജോലി ചെയ്ത് അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനോ ഇവരുടെ ശുശ്രൂഷ നടത്താനോ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അന്ന് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ കുറെ കാലം ഇങ്ങനെ ഇദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുവാണ് ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ അവിടെ ആദ്യം ചെന്ന സമയത്ത് ഒരു ഹൈന്ദവ കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ഹൈന്ദവ ദേവന്മാരുടെയൊക്കെ ഫോട്ടോ അവരുടെ ചുമരുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ പറയുന്ന സമയത്ത് ഈ ഫോട്ടോയൊന്നും അവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, യേശുവാണ് എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനുമെന്ന് അദ്ദേഹം പറയുക. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണിത് മനസ്സിലായത്? അപ്പൊ അദ്ദേഹം മറുപടി പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും അവര് ജന്മന ഇങ്ങനെ ആയിരുന്നില്ല.
അവരുടെ എല്ല് ദ്രവിച്ച് ശേഷി നഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക രോഗം ഒരു കാലഘട്ടത്തിൽ വന്ന്, അതായത് ഒരു 20 വയസ്സിന് ശേഷം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ ആയതിനു ശേഷം ഞങ്ങളെ ഏറ്റവും കൂടുതൽ വന്ന് സഹായിക്കുകയും ഞങ്ങൾക്ക് ഭക്ഷണം തരികയും ഞങ്ങൾക്ക് വസ്ത്രം തരികയും ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞതാണ്, ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ യേശു ജനിച്ചത് എപ്പോഴാണ്? യേശു ജനിച്ചത് യേശു പറഞ്ഞതിൻ പ്രകാരം ജീവിച്ച ചില മനുഷ്യരുടെ പ്രവർത്തികളാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ യേശുവിനെ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള സഹായഹസ്തങ്ങളും നീട്ടിക്കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിനെ മറ്റൊരു ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുക കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 13-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം മുതൽ 31 വരെയുള്ള അധ്യായങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. ഇനി അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി മുഴുവനും അധ്യായങ്ങൾ ചിന്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അത് വായിച്ച് വരണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, ഇയ്യോബിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഇയ്യോബ് ചോദിച്ചതുപോലെ ഞങ്ങളും ദൈവമേ അങ്ങയോട് ചോദിച്ചിട്ടുണ്ടല്ലോ. ദൈവമേ, നന്മ ചെയ്തിട്ടും നീതിയിൽ ജീവിച്ചിട്ടും ദൈവഭക്തിയിൽ ആഴപ്പെട്ട് നിലനിന്നിട്ടും ദൈവമേ, ഞങ്ങൾക്ക് പലപ്പോഴും കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും മാത്രം കടന്നു വരുന്നു. എന്നാൽ ദൈവത്തോട് ബന്ധമില്ലാതെ ഈ ലോകമോഹങ്ങളിൽ മുഴുകി ജീവിച്ചിട്ടും ദുഷ്ടതയിലും തിന്മയിലും വ്യാപരിച്ചിട്ടും കർത്താവെ, അനേകർ നല്ല സുഖമായി സന്തോഷത്തോടുകൂടെ ഇവിടെ ജീവിക്കുന്നു. അതിന് മറുപടിയായി ദൈവമേ, അവിടുന്ന് തന്നെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. എല്ലാവരുടെയും മാനസാന്തരം അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എല്ലാ തിന്മകൾക്കും അനീതികൾക്കും അവിടുന്ന് പെട്ടെന്ന് ശിക്ഷാവിധി നടത്താത്തതെന്ന്. ദൈവമേ, ആയതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ തിന്മകളിലും അശുദ്ധിയിലും പാപത്തിലും മുഴുകി ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും അങ്ങയെ പറ്റിയുള്ള അറിവിലേക്കും അങ്ങനെ പ്രകാശത്തെ സ്നേഹിക്കാനുള്ള വലിയ കൃപയിലേക്കും അവരെ അവിടുന്ന് നയിക്കണമേ. യോബിനെ പോലെ പാപത്തോട് സന്ധി ചെയ്യാതെ ദൈവമേ, കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും അങ്ങുമായി ഒരു നിയമം ചെയ്ത് ജീവിതത്തെ വിശുദ്ധിയിലും നീതിയിലും നന്മയിലും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഇയ്യോബിനെ പോലെ ദരിദ്രന്മാരെ സഹായിക്കാനും ആവശ്യക്കാരെ ദൈവമേ ഞങ്ങളുടെ പണം കൊണ്ടും ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടും ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടും സഹായിച്ച് ദൈവമേ, അങ്ങയുടെ സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകി കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, കൊർന്നല്യോസിനോട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിൽ എത്തുമെന്നുള്ള തിരിച്ചറിവോടുകൂടെ നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ശക്തിക്കപ്പുറമായ എല്ലാ പരീക്ഷകളിൽ നിന്നും എല്ലാവരെയും അവിടുന്ന് മറച്ചു പിടിക്കണമേ. അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും കൂടുതലായിട്ട് അഭിഷേകം ചെയ്ത് വഴി നടത്തണമേ. യഗസ്കീൽ 36:25 മുതലുള്ള തിരുവചന പ്രകാരം അങ്ങയുടെ വാഗ്ദാനം ഈ ജനത്തിന്റെ മേൽ അവിടുന്ന് പകരണമേ. അവിടുത്തെ നിർമ്മല രക്തം കൊണ്ട് എല്ലാവരെയും കഴുകി പുതിയൊരു ഹൃദയം കൊടുത്ത് ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. ദൈവമേ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും എല്ലാവരെയും കാത്തു പരിപാലിച്ച് ദൈവമേ, മാനസാന്തരത്തിലേക്ക് അവരെ അവിടുന്ന് തിരിപ്പിക്കണമേ. ദൈവമേ, രോഗികളെ സൗഖ്യത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, മക്കളില്ലാത്തവർക്ക് മക്കളെ ദാനം കൊടുത്ത് ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, പ്രയാസങ്ങളിലൂടെ ദുഃഖഞെരുക്കങ്ങളിലൂടെ നിരാശയിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവമേ അവിടുത്തെ സാന്നിധ്യം അവിടുന്ന് കൊടുത്ത് അവർക്ക് സ്വർഗീയ വാതിലുകൾ തുറന്നു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധയമ്മേ മാതാവേ, മോർഗീവർ ഈ സാദായെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങൾ വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാമ്യപോ നിങ്ങൾ പാർപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.